എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് സമർപ്പിക്കും. അത് സമർപ്പിച്ച് കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ ഗവൺമെൻറ് അനുമതി കൊടുക്കും. അതനുസരിച്ച് അക്വിസിഷൻ നടപടി ആരംഭിക്കും. ഈ ശബരിമല ശുദ്ധീകരണത്തിന് ഇപ്പോൾ സീസണൊക്കെ വരാൻ പോവാണ്, അതിൻ്റെ എന്തെങ്കിലും നടപടികൾ? അതിൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ മാസാവസാനം യോഗം വിളിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെയും ജനപ്രതിനിധികളെയും ഒക്കെ ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത അതായത് ഒക്ടോബർ ആദ്യ വാരത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുടെ യോഗം വിളിക്കും. അത് ഞാൻ പറയാം, ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നോ നാളെയായിട്ട് ദേവസ്വം വിജിലൻസ് കമ്മീഷണറെ കത്ത് കയ്യിൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, വിജിലൻസ് സാമ്പത്തിക ക്രമക്കേടാണ്. കുറ്റം ചെയ്ത് അന്വേഷിക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ച് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കത്ത് നൽകിയാൽ ഉടൻ ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ടീമിനെ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിക്കും. അന്വേഷണം നടക്കും. ആ ക്രൈംബ്രാഞ്ച് തന്നെ ഞങ്ങൾ അന്വേഷിപ്പിക്കും. ഒരു മയം അക്കാര്യത്തില്ല. ഭക്തജനങ്ങളുടെ കാശ് കക്കുന്ന ഒരാളെ പോലും സർക്കാർ വെറുതെ വിടില്ല.